അപ്പൊ ഞാനാണെച്ച വീഡിയോ ഒരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ BR മാച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എഗെയിൻ നമുക്കൊരു ഗോൾഡൻ ഫാസിലിറ്റി പ്ലെയർ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും മുമ്പത്തെ പ്രാവശ്യം ഒന്ന് ഗോൾഡൻ ഫാസിലിറ്റി പ്ലെയർ നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ പ്ലെയറിനെ അടിക്കാന്നൊക്കെ വെച്ച് പേര് നോക്കുകയാണ് ചെസ്1 കർണൻ എന്നൊക്കെ പേരുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ പ്ലെയറിനെ തന്നെ അങ്ങ് അടിക്കാന്നൊക്കെ വെച്ച് പിന്നെ പോയി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ പീക്കിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പീക്കിന്റെ ഈ ചെറിയ വീട്ടിൽ നിന്ന് ഫൈറ്റ് എടുത്ത് കയറാന്നൊക്കെ വിചാരിച്ച് കറക്റ്റ് അവിടെ പോയിട്ട് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ബാക്കിൽ നിന്നാണ് നമുക്ക് ഡാമേജ് ഒക്കെ കിട്ടി. അപ്പോൾ തന്നെ പെട്ടെന്ന് ഗ്ലൂ വാളൊക്കെ കിട്ടി. പിന്നെ അടുത്ത ഗ്ലൂ വാളിട്ടപ്പോൾ ആ ഗ്ലൂ വാളൊക്കെ പൊളിച്ചിട്ടാണ് ആ ഗോൾഡൻ ഫാസിലിറ്റി പ്ലെയറിനെ വന്നിട്ടാണ് നമ്മളങ്ങ് നോക്കാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിവ്യൂ ഒക്കെ അടിച്ച് വിട്ടായിരുന്നു. പിന്നെ ഞാൻ പീക്കിൽ തന്നെ വന്ന് ഇറങ്ങിയായിരുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ AW ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ AW വെച്ചിട്ടാണ് ഒരു പ്ലെയറിനെ അങ്ങ് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പീക്കിന് അകത്തേക്ക് കയറി പോയപ്പോൾ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ഫാസിലിറ്റി പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളെ കൊന്നതല്ലേ, പിന്നെ നമുക്ക് എങ്ങനെ അങ്ങ് കൊല്ലണമെന്നൊക്കെ വെച്ചിട്ടാണ് ആ പ്ലെയറിനെ അങ്ങ് ഹൈറസ് കിട്ടാണ് ഗ്ലൂ വാളിന്റെ ഡെക്കോട്ട് അടിച്ചിട്ടാണ് ആ പ്ലെയറിനെ അങ്ങ് കൊന്നിട്ടോ. പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ എനിമിയൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ നമ്മളാണ് പീക്കിന് അവിടുത്തെ സിപ്പേനെ അടിച്ചിട്ടാണ് ഫാക്ടറിക്ക് വന്നപ്പോഴാണ് ഒരു എനിമിനെ സ്പോട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ എനിമി എന്ന് പറഞ്ഞാൽ റഷ് ആക്കി അങ്ങ് വരികയുണ്ടായിരുന്നു. പിന്നെ മാക്ടം വെച്ചിട്ടാണ് ആ പ്ലെയറിനെ അങ്ങ് അടിച്ച് നോക്കാക്കി. പിന്നെ അതൊന്ന് ഫിനിഷ് ഒക്കെ പോസ്റ്റിലൊക്കെ സ്റ്റേഡിക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു പ്ലെയർ ഓടിക്കൊണ്ടിരിക്കുന്ന സ്പോട്ട് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് മിനിറ്റ് 150 കൊടുത്ത് പിന്നെ ആ പ്ലെയർ ഗ്ലൂ വാളിന്റെ ബാക്കിൽ പോയപ്പോൾ തന്നെ പിന്നെ അടിച്ചിട്ട് 150 കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അടിച്ച് നോക്കാക്കി. പിന്നെ അതൊന്ന് ഫിനിഷ് ഒക്കെ ആക്കി. പിന്നെ നമ്മുടെ വൈബിന്റെ അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ അളിയനൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അളിയൻ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്മയുള്ള ലോകമായിട്ട് ഒരു AW ഒക്കെ തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവനങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് പറന്നിറങ്ങിയ പ്ലെയർ ആണ്. അപ്പോൾ ആ പ്ലെയറിനെ 2 ഷോട്ട് കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അടിച്ച് നോക്കൊക്കെ ആക്കിയിട്ട്. പിന്നെ ഇപ്പോഴും നമ്മുടെ ചാനലൊക്കെ ഉണ്ട് സബ്സ്ക്രൈബ് അടിക്കാത്ത മച്ചന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങ് സബ്സ്ക്രൈബ് അടിച്ച് നമ്മുടെ കൂടെ നിൽക്കാൻ മറക്കണ്ട. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. റോഡ് ടു 10K ആണ്. അപ്പോൾ എല്ലാ മച്ചന്മാരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ അടിക്കാം. അപ്പോൾ എല്ലാ മച്ചന്മാരും സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇവിടെ നിന്ന് പറഞ്ഞാൽ 2 പ്ലേസിനെ നമ്മൾ നോക്കാക്കിയിട്ട് ഫിനിഷ് ആക്കിയായിരുന്നു. പിന്നെ അതൊക്കെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞാൽ ആദ്യമാണിച്ച് ഒരു പ്ലെയർ അടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്ലെയറിനെ സ്പോട്ട് ചെയ്തപ്പോൾ തന്നെ 150 കൊടുത്ത് പിന്നെ ഒരു 150 കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അടിച്ച് നോക്കാക്കി. പിന്നെ അതും അങ്ങ് ഫിനിഷ് ഒക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊരു പ്ലെയർ ആണ് ഗ്ലൂ വാളിന്റെ ഇടയിൽ പോയി ഒളിച്ചിരിക്കേണ്ടായിരുന്നു. പിന്നെ ഞാനാണ് ആ പ്ലെയറിനെ അടിച്ച് കൊല്ലാന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ആ പ്ലെയർ എന്ന് പറഞ്ഞാൽ മാക്ടം വെച്ചിട്ടാണ് ഗ്ലൂ വാളിന്റെ ഇടയിൽ കൂടെ അടിച്ചിട്ടാണ് ചെന്നങ്ങ് പെട്ടിരിക്കുന്നത്. അപ്പോൾ ശരി എന്നാ.